ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കാലിക്കറ്റ് സർവകലാശാലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പ്രതിമാസം 30,995 രൂപ ഏകീകൃത വേതനത്തോടുകൂടി കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ നായിക് സുബേദാർ അല്ലെങ്കിൽ തത്തുല്യ പദവിയിൽ താഴെ അല്ലാത്ത സൈനിക സേവനവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 1/1/2025 40 വയസ്സ് കവിയാൻ പാടില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മെയ് 4 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ലൈംഗിക അതിക്രമ കേസുകളിൽ അതിജീവിതരായ കുട്ടികൾക്ക് അന്വേഷണ സമയത്തും വിചാരണ സമയത്തും മാനസിക പിന്തുണയും നിയമസഹായവും നൽകുന്നതിനും നിയമ നടപടികൾ സുഗമമാക്കുന്നതിനുമായി വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഇടുക്കിക്ക് കീഴിൽ സപ്പോർട്ട് പേഴ്സൺമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പാനലിൽ ഉൾപ്പെടുത്തുന്ന വിദഗ്ധർക്ക് സേവനം നൽകുന്ന മുറയ്ക്ക് ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 1000 രൂപ ഹോണറേറിയം നൽകുന്നതാണ്. സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നിവയിൽ ഏതിലെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദധാരികൾ അല്ലെങ്കിൽ കുട്ടികളുടെ മേഖലയിൽ 3 വർഷം പ്രവൃത്തി പരിചയമുള്ള ബിരുദധാരികൾ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, ശിശു സംരക്ഷണ സ്ഥാപനങ്ങൾ, ഷെൽട്ടർ ഹോം എന്നിവയിൽ മേൽ യോഗ്യതയുള്ള വ്യക്തികൾക്കും അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 30 വരെയാണ്. അപേക്ഷ ലഭിക്കേണ്ട വിലാസം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ഇടുക്കി, പൈനാവ് PO, പൈനാവ് 68556003. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റിലേക്ക് മൾട്ടിപർപ്പസ് വർക്കറെ നിയമിക്കുന്നുണ്ട്. യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഫിസിയോതെറാപ്പി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ്. പ്രായപരിധി 2025 ഏപ്രിൽ 4 40 വയസ്സ് കവിയരുത്. സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും സഹിതമുള്ള അപേക്ഷ ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസ്, നാഷണൽ ആയുഷ് മിഷൻ, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, ആശ്രമം PO, കൊല്ലം 691002 എന്ന വിലാസത്തിൽ മെയ് 3 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ പീഡ് സെല്ലിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലെ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത +2 സയൻസും DMLT പാരാമെഡിക്കൽ കൗൺസിൽ അംഗീകാരവുമായിരിക്കണം. പുൾവാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഏപ്രിൽ 28 രാവിലെ 11 മണിക്കാണ്. താല്പര്യമുള്ള അപേക്ഷകർ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ബയോഡേറ്റയും സഹിതം പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ 3 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ജോബ് ഡ്രൈവ് ഏപ്രിൽ 26 നടക്കുന്നുണ്ട്. ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ, മാനേജർ ട്രെയിനി, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, മാർക്കറ്റിംഗ് ഓഫീസർ, IT സെയിൽസ് ഫീൽഡ് സ്റ്റാഫ് എന്നീ ഒഴിവുകളിലേക്കാണ് അഭിമുഖം വന്നിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിലാണ് അഭിമുഖം. 10ാം ക്ലാസ്, +2 ഡിഗ്രി യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് പ്രവേശനം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 250 രൂപ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വാല്യുവേഷൻ ക്യാമ്പിലേക്ക് ദിവസവേതന വ്യവസ്ഥയിൽ ക്യാമ്പ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നുണ്ട്. ഡിഗ്രി അല്ലെങ്കിൽ 3 വർഷ ഡിപ്ലോമയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 28 രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാവണം. അടുത്തത് കോട്ടയം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ജെൻഡർ സ്പെഷ്യലിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്.
സോഷ്യൽ വർക്ക് മറ്റേതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളിലോ ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കൂടാതെ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ മെയ് 3 എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.